കാമുകന്മാർ ഉണ്ടാക്കിയ മക്കളെ ഭർത്താവിന്റെ ചെലവിൽ വളർത്തിയ പാസ്റ്ററുടെ മകൾ. ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് വിവാഹ കമ്പോളത്തിൽ പാസ്റ്ററുടെ മക്കൾ അല്ലെങ്കിൽ വൈദികരുടെ മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് വലിയ ഡിമാൻഡായിരുന്നു. കാരണം ദൈവഭയമുള്ള, നല്ല അനുസരണത്തിലും ചിട്ടയിലുമൊക്കെ വളരുന്നവരാണ് അവർ എന്നാണ് പൊതുവായി മുണ്ണവിശ്വാസികളുടെ ഇടയിലുള്ള ഒരു സങ്കല്പം. എന്നാൽ ഇന്ന് കണ്ടമാനം ദശാംശവും സ്തോത്രകാഴ്ചയും ഒക്കെ തിന്ന് എല്ലിനിടയിൽ കയറിയതാണോ, അതോ ആത്മീയ വ്യാപാരത്തിൻ്റെ പേരിൽ ലഭിക്കുന്ന സുഖലോലുപതയുടെ ആധിക്യം കൊണ്ടാണോ എന്നറിയില്ല. ദൈവവേലക്കാരുടെ മറ്റു വേലത്തരങ്ങൾ കണ്ട് പഠിക്കുന്നത് കൊണ്ടാണോ എന്നും അറിയില്ല. മേൽ പ്രസ്താവിച്ച ആളുകളുടെ മക്കൾ ഭൂലോക തരികടകളും പിഴകളുമായി നടക്കുന്നു. നിഷ്കളങ്കരായ പലരുടെ ജീവിതവും ഇവറ്റകൾ തകർക്കുന്നു. ഓർക്കുക, 20 പേർ ഒരു തട്ടുസഭയിലുണ്ടെങ്കിൽ 2 ജോലിക്കാരുള്ള ഒരു കുടുംബത്തിൻ്റെ വരുമാനമായി. പിന്നെ എങ്ങനെ നിലത്ത് നിൽക്കും, കണ്ണടച്ച് പ്രാർത്ഥിക്കും? മാതൃകാപരമായ ജീവിതം നയിക്കുന്ന അനേകം ദൈവദാസന്മാരും വൈദികരും ഉണ്ടെന്ന കാര്യം ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. ഇവരുടെ കൂടി വില കളയുന്നതാണ് ന്യൂജൻ സഭകൾ എന്ന് പറഞ്ഞ തട്ടിക്കൂട്ട് സഭകൾ ഉണ്ടാക്കി അതിൻ്റെ മറവിൽ സാമ്പത്തിക ലൈംഗിക ചൂഷണങ്ങൾ നടത്തുന്ന ഇത്തരം ആത്മീയ ആഭാസന്മാർ. പെന്തക്കോസ്തുകാരാണ് വിശ്വാസ തീക്ഷ്ണതയുള്ളവർ എന്ന് കരുതി അപ്പോസ്തോലിക സഭകൾ വിട്ട് അനേകായിരം പേർ അബദ്ധത്തിൽ ഇത്തരം ന്യൂജൻ സഭകളിൽ പെട്ടുപോയിട്ടുണ്ട്. ഇന്ന് i2 ന്യൂസ് പങ്കുവെക്കുന്നത് മാർത്തോമാ സഭയിൽ നിന്ന് പെന്തക്കോസ്തു വിശ്വാസത്തിൽ എത്തപ്പെടുകയും ഒടുവിൽ ഇത്തരം ഒരു ന്യൂജൻ തട്ടിപ്പ് സഭയുടെ നടത്തിപ്പുകാരനായ ഒരു പാസ്റ്ററുടെ മകളെ വിവാഹം കഴിച്ച, ജീവിതം തകർന്ന, ഹൂസ്റ്റണിൽ ആരോഗ്യമേഖലയിൽ നല്ല ജോലിയും നല്ല കുടുംബ പശ്ചാത്തലവുമുള്ള ഒരു യുവാവിന് പറ്റിയ ചതിവിൻ്റെയും വിശ്വാസവഞ്ചനയുടെയും വാർത്തയാണ്. സിനിമാ കഥയെ വെല്ലുന്ന ഇത്തരമൊരു സംഭവം ആരും വാർത്തയാക്കില്ല. i2 ന്യൂസ് ഈ വിഷയം വാർത്തയാക്കുന്നതിൻ്റെ ഉദ്ദേശം വിശ്വാസമണ്ഡലത്തിൽ നടക്കുന്ന ഇത്തരം അനാശാസ്യങ്ങൾ ജനങ്ങൾ അറിയണം. ഇനിയും ആരും ഇത്തരം തട്ടിപ്പുകളിൽ വീണുപോകരുത്. ഈ പണിക്ക് ഇനി ആരും മുതിരുകയും ചെയ്യരുത്. ആത്മീയ മേഖലയിലുള്ളവരുടെ മക്കളാണ് എന്ന് കരുതി ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്, അബദ്ധത്തിൽ ചെന്ന് വീഴരുത് എന്ന് കരുതി മാത്രമാണ്. ആദ്യം ഈ സംഭവം ഞാൻ ചുരുക്കി പറയാം, എന്നിട്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒരു ന്യൂജൻ പെന്തക്കോസ്തു സഭയിലെ പാസ്റ്ററുടെ മകൾ ഭർത്താവിനെ വഞ്ചിച്ച് 2 കാമുകന്മാരാൽ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും അവരെ ഭർത്താവിൻ്റെ ചെലവിൽ വളർത്തുകയും ഒടുക്കം ഒരു കാമുകൻ്റെ വെളിപ്പെടുത്തൽ മുഖാന്തരം ഭർത്താവ് DNA ടെസ്റ്റ് നടത്തുകയും പാസ്റ്ററുടെ മകളുടെ കള്ളി വെളിച്ചത്താകുകയും ചെയ്ത സംഭവമാണിത്. ഇനി വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ഹൂസ്റ്റണിൽ മാർത്തോമാ സഭ വിശ്വാസത്തിൽ നിന്നും പെന്തക്കോസ്തു വിശ്വാസത്തിലേക്ക് എത്തിയ, സാമ്പത്തികമായി മാത്രമല്ല എല്ലാ നിലയിലും വിശ്വാസ തീക്ഷ്ണതയോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ യുവാവിന് ICPFലെ ഒരു പാസ്റ്റർ മുഖേന ഒരു വിവാഹാലോചന വരുന്നു. സാമ്പത്തികമായി വലിയ ഭദ്രതയൊന്നുമില്ലെങ്കിലും ഒരു പാസ്റ്ററുടെ മകളും കുടുംബമായി ഒരു സ്വതന്ത്ര സഭ നടത്തുന്നവരും ആത്മീയ കാര്യങ്ങളിൽ മിടിപിടിക്കുകയുമായൊരു പെൺകുട്ടി എന്നതായിരുന്നു ആ ആലോചനയുടെ ഹൈലൈറ്റ്. യുവാവിൻ്റെ വീട്ടുകാർക്കും വേണ്ടത് അത്തരം ഒരു ദൈവഭയമുള്ള, ആത്മീയ പശ്ചാത്തലമുള്ള ഒരു പെൺകുട്ടിയെയായിരുന്നു. വിവാഹാലോചന മുറുകി. വിവാഹ നിശ്ചയം 2015 മാർച്ച് മാസം ടൊറോണ്ടോയിൽ വെച്ച് നടന്നു. ജൂലൈ മാസത്തിൽ ഹൂസ്റ്റൺ മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് വിവാഹം അത്യാഡംബരപൂർവ്വം നടത്തപ്പെടുകയും ചെയ്തു. ഏതാണ്ട് 1 കോടിയോളം രൂപ മുടക്കിയാണ് വരൻ്റെ വീട്ടുകാർ അന്ന് ആ വിവാഹ ചടങ്ങ് സംഘടിപ്പിച്ചത്. വിവാഹവുമായി ബന്ധപ്പെട്ട ചെലവുകളുടെ പണം പെണ്ണിൻ്റെ അപ്പനായ പാസ്റ്റർ നൽകുമെന്ന് പറഞ്ഞിട്ട് നൈസായി പറ്റിച്ചത് മറ്റൊരു ചരിത്രം. അയ്യോ, കഥാപാത്രങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് അവരെ നന്നായി മനസ്സിലാക്കി പോകുന്നത് തന്നെയാണ് നല്ലത്. കാനഡയിൽ ടൊറാൻഡോ, ഒണ്ടേറിയോയിൽ ഹെബ്രോൺ പെന്തക്കോസ്റ്റൽ ചർച്ച് എന്ന തട്ടുസഭ നടത്തുന്ന, ഇപ്പോൾ ഈസ്റ്റ് കാലിഡനിൽ താമസിക്കുന്ന, നാട്ടിൽ പത്തനംതിട്ട ജില്ലയിലെ കുഴിക്കാല സ്വദേശിയായ പാസ്റ്റർ സാമുവൽ മുക്കോട്ടിൽ ഉമ്മൻ്റെയും ഭാര്യ പുന്നക്കാട് പേരുകെട്ട മലയിൽ ലിസി മകൾ നിസി ഉമ്മനുമാണ് താരം. മേലനങ്ങി പണിയെടുത്താൽ വിയർപ്പിൻ്റെ അസുഖമുള്ള സാമുവലച്ചായൻ ഒരു സുപ്രഭാതത്തിൽ ബൈബിൾ എടുത്ത് കഷത്തിൽ വെച്ച് സ്വയം പാസ്റ്റർ എന്ന് പ്രഖ്യാപിച്ചു. ദൈവത്തിനിട്ട് വേല വെക്കുവാൻ, തട്ടുസഭയുണ്ടാക്കുവാൻ, ബൈബിൾ സ്കൂളിൽ പോവുകയോ പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമോ ആവശ്യമില്ലാത്തതിനാലും ആരും ഇതിനെ ചോദ്യം ചെയ്തില്ല. കലപില കലപില എന്ന് മറുഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവവിളിയായി കരുതും എന്നതാണ് നിലവിലെ ഒരു രീതി. നാട്ടിൽ ക്ലച്ച് പിടിക്കാഞ്ഞിട്ട് സാമുവൽ പാസ്റ്റർ ഉപജീവനത്തിനായി എന്തോ ഒരു ചെറിയ പണിക്ക് സൗദിയിലേക്ക് പോയി. അവിടെ നിന്ന് ഏതോ വിശ്വാസികളുടെ സഹായത്താൽ കക്ഷി 1996 കാനഡയിലേക്ക് പറന്നു. ഭാര്യയെയും മക്കളെയും കൂടെ കൊണ്ടുപോയി. കാനഡയിലെത്തിയതോടെ സാമുവൽ പാസ്റ്റർ ഭാര്യയെയും മക്കളെയും കൂട്ടി ആത്മീയ കുടിൽ വ്യവസായ യൂണിറ്റ് ആരംഭിച്ചു. നിസിയുടെ കൈകൊട്ടിപ്പാട്ടും പ്രാർത്ഥനയും മറുഭാഷാ പറച്ചിലും വർഷിപ്പുമൊക്കെ കണ്ട് പ്രാർത്ഥന കൊടുത്തപ്പോൾ പ്രാർത്ഥന
വീട്ടിൽ നിന്നും മറ്റൊരു വാടക ഹാളിലേക്ക് മാറ്റി. ഹെബ്രോൻ പെന്തക്കോസ്റ്റൽ ചർച്ച് എന്ന പേരും സ്വീകരിച്ചു. ഈ പ്രാർത്ഥനാ കേന്ദ്രത്തിലെ നിത്യ കൈകൊട്ടിപ്പാട്ടുകാരനായിരുന്ന ICPFലെ ഒരു യുവ പാസ്റ്ററാണ് ചെറുപ്പക്കാരനെ ഈ കുടുക്കിൽ കൊണ്ട് കൊളുത്തി കൊടുത്തത്. അദ്ദേഹമാണ് വിവാഹം നടത്തിക്കൊടുത്തത്. അങ്ങനെ വിവാഹം മംഗളമായി കഴിഞ്ഞു. വധൂവരന്മാർ ഹൂസ്റ്റണിലെത്തി. ഇരുവരുടെയും സൗകര്യത്തിനായി ഒരു ഇൻഡിപെൻഡൻറ്റ് അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്കെടുത്ത് താമസവും ആരംഭിച്ചു. യുവാവിൻ്റെ കുടുംബം കൂടി നടന്നിരുന്ന ഹൂസ്റ്റണിലെ ഇൻഡിപെൻഡൻറ്റ് ചർച്ചിൽ അവർ ആരാധനയ്ക്കായി പോയി തുടങ്ങി. ആരാധനയ്ക്കായി ചെന്ന അന്നു മുതൽ തന്നെ നിസി കൊയറിൽ പാടി തുടങ്ങി, സൺഡേ സ്കൂളിൽ പ്രവർത്തിച്ചു തുടങ്ങി എന്നുവേണ്ട സകല ആത്മീയ കൂട്ടായ്മകളിലും സജീവ സാന്നിധ്യവുമായി മാറി. ആ ചർച്ചിലെ വർഷിപ്പ് ലീഡറായിരുന്നു മലയാളിയും പൂനെ സ്വദേശിയുമായ IT പ്രൊഫഷണൽ സാം മെമ്പത്ത തോമസ് എന്ന ചെറുപ്പക്കാരൻ. ഫ്രീക്കനായ സാമുമായി നിസി പെട്ടെന്ന് അടുപ്പത്തിലായി. പല ദിവസങ്ങളിലും ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയം ഫ്ളാറ്റിലെത്തി പാട്ട് പഠിപ്പിക്കലായി. ചുരുക്കം പറഞ്ഞാൽ പള്ളിയിൽ ഇവരുടെ അവിശുദ്ധ ബന്ധം പാട്ടായി. എന്നാൽ ഭർത്താവ് മാത്രം ഇക്കാര്യം അറിഞ്ഞില്ല. എത്തിയ 3-ാം മാസം നിസി ഗർഭിണിയുമായി. 2016 ഒരു ആൺകുട്ടിക്ക് ജന്മവും നൽകി. പ്രസവശേഷം നിസിയാകെ മാറി. കുട്ടിയെ ഭർത്താവിനെയും വീട്ടുകാരെയും കാണിക്കില്ല, അവരോട് മിണ്ടില്ല. എന്നാൽ ബാക്കി എല്ലാവരുമായും യാതൊരു പ്രശ്നവുമില്ല. പോസ്റ്റ് പാർട്ടം ഡിപ്രഷനാണെന്ന് കരുതി കുടുംബം ഇതൊക്കെ ക്ഷമിച്ചു. 6 മാസം കഴിഞ്ഞ് നിസിക്ക് ഗ്രീൻ കാർഡ് കിട്ടി, കുട്ടിക്ക് പാസ്പോർട്ടും കിട്ടി. ഇതിനിടയിൽ കാമുകനായ സാം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു. നിസിയുടെ കുട്ടിയുടെ അച്ഛൻ സാമാണ് എന്ന് കരഞ്ഞു പറഞ്ഞ് യുവാവിൻ്റെ പിതാവിനെ കാണുവാൻ സാമിൻ്റെ ഭാര്യ ചെല്ലുന്നു. ചെറിയ സംസാരമായി എങ്കിലും കുറേ ദിവസങ്ങൾക്ക് ശേഷം എല്ലാം ശാന്തമായി. ഒരു ദിവസം വൈകിട്ട് നിസി ഭർത്താവിനെ വിളിക്കുന്നു. എന്നിട്ട് അറിയിക്കുന്നു, ഞാൻ കാനഡയിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന്. ഇരു കൂട്ടരുടെയും വീട്ടുകാർ തമ്മിൽ സംസാരിച്ചപ്പോൾ വീട്ടിൽ പോയി കുറേ ദിവസം നിന്നു കഴിഞ്ഞാൽ എല്ലാം ശാന്തമായി വരും, മാറ്റമായി വരും എന്ന് കരുതി ഇരുവരും സമ്മതിച്ചു. കാനഡയിൽ എത്തിയത് നിസി ആളാകെ മാറി വളരെ ആക്റ്റീവായി. വർഷിപ്പ് പരിപാടികളിൽ വളരെ സജീവവുമായി. അവിടെ പാലക്കാട് വടക്കഞ്ചേരി സ്വദേശിയും IPCയിലെ പാസ്റ്റർ ജോർജിൻ്റെ മകൻ നോബി ഫിലിപ്പുമായി വളരെ സൗഹൃദത്തിലായി. ഈ സമയത്തും യുവാവ് എല്ലാ മാസവും കാനഡയിലെത്തി കുട്ടിയോടും നിസിയോടുമൊത്ത് സമയം ചെലവഴിച്ച് തിരികെ പോവുകയായിരുന്നു. നോബിയും ചർച്ചിലെ പാട്ടുകാരനും വർഷിപ്പ് ലീഡറും ഒക്കെയായിരുന്നു. നോബിക്ക് ടൊറോണ്ടോയിൽ ലേ കൊച്ചി എന്ന പേരിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. മനുഷ്യക്കടത്ത് കേസിൽപ്പെട്ട ഒരു ഹിസ്റ്ററിയും നോബിക്കുണ്ട്. നിസിക്ക് നോബി റെസ്റ്റോറൻറ്റിൽ ഒരു ജോലി കൊടുത്തു. 2020 കോവിഡ് സമയത്ത് ട്രാവൽ നിയന്ത്രണം ഉണ്ടായിരുന്നതിനാൽ ആ സമയത്ത് മാസങ്ങളോളം ഭർത്താവിന് കാനഡയിലേക്ക് വരുവാൻ സാധിച്ചിരുന്നില്ല. ഈ കാലഘട്ടത്തിൽ നോബിയും നിസിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുക്കുന്നു. ഈ സമയത്ത് നിസി 2ാമതും ഗർഭിണിയാകുന്നു. പ്രഗ്നൻസി 6 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് നിസി ഈ വിവരം അറിയുന്നത്. അപകടം മനസ്സിലാക്കി നിസി എത്രയും വേഗം ഭർത്താവിനെ കാണാൻ ആഗ്രഹമുണ്ട് എന്നറിയിക്കുകയും എത്രയും വേഗം കാനഡയിൽ എത്തുവാൻ ആവശ്യപ്പെട്ടപ്പോൾ പാവം ഭർത്താവ് ഓർത്തത് തന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം റോഡ് മാർഗം എത്തുവാൻ ശ്രമിച്ചു. എങ്കിലും നടന്നില്ല. വീണ്ടും 2 ആഴ്ച കഴിഞ്ഞ് മാത്രമാണ് എത്തുവാൻ സാധിച്ചത്. അന്ന് ഒരാഴ്ച കൂടെ താമസിച്ച് തിരികെ പോയി. 2021 ഫെബ്രുവരിയിൽ നിസി ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഭർത്താവ് കാണാനെത്തിയപ്പോൾ പിടിക്കപ്പെടാതിരിക്കുവാൻ കുഞ്ഞ് പ്രിമച്വർ ബേബിയാണ് എന്ന് പറഞ്ഞു. പ്രിമച്വർ ബേബിയാണെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് പൂർണ്ണ വളർച്ചയും നല്ല തൂക്കവും ഒറ്റ ദിവസം പോലും കുഞ്ഞിനെ ഇൻക്യുബേറ്ററിൽ വെക്കാതെ 3-ാം ദിനം തന്നെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തപ്പോൾ പോലും ഭർത്താവിന് കാര്യമായ സംശയം തോന്നിയില്ല. കാരണം മുടിഞ്ഞ ദൈവവിശ്വാസവും വഴക്കുണ്ടാക്കുന്നത് പോലും വചനങ്ങൾ കോട്ട് ചെയ്തും വർഷിപ്പ് ലീഡർ പ്രസവിക്കുവാൻ മുക്കാൻ പറഞ്ഞപ്പോൾ പോലും മുടിഞ്ഞ ബർഭാഷയും പറഞ്ഞ ഈ പരിശുദ്ധ പണി തരുമെന്ന് അദ്ദേഹം എങ്ങനെ സംശയിക്കും? ഓർക്കുക, ഹൂസ്റ്റണിൽ ജോലി ചെയ്യുന്ന ഈ ഭർത്താവാണ് ഇവരുടെ കുടുംബത്തിൻ്റെ സകല ചെലവും അതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. കൈകൊട്ടിപ്പാട്ടും മറുഭാഷയുമല്ലാതെ മറ്റു വരുമാനമൊന്നും ആ കുടുംബത്തിനുണ്ടായിരുന്നില്ല. പുതിയ വീട് വാങ്ങുവാനും ഏകദേശം 1 കോടി രൂപയോളം യുവാവ് നൽകുകയുണ്ടായി. ഇതിനിടയിലാണ് ഈ ദൈവദാസിയുടെ ഈ തേപ്പ് പരിപാടി എന്നോർക്കണം. ഇതിനിടയിൽ നിസി കാമുകൻ നോബിയുമായി തെറ്റി. ഒരു ദിവസം കാനഡയിൽ ഭർത്താവ് എത്തിയപ്പോൾ നിസിയും കുട്ടികളും ഒത്ത് ടൂർ പോകുമ്പോൾ നോബി കാറിൽ ഇവരെ ഫോളോ ചെയ്തു. നിസിക്കും അതാരാണെന്ന് മനസ്സിലായില്ല. കിലോമീറ്ററുകൾക്ക് ശേഷവും ഒരു കാർ തങ്ങളെ പിന്തുടർന്ന് കണ്ടപ്പോൾ ഭർത്താവ് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി കാർ തടഞ്ഞു നിർത്തിയപ്പോൾ ദാണ്ട് നോബി ഫിലിപ്പ്. നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുവാൻ തുടങ്ങിയപ്പോൾ നോബി അലറിക്കൊണ്ട് പോലീസിനോട് പറഞ്ഞു, ആ കാറിൽ മുൻസീറ്റിലിരിക്കുന്ന പെൺകുഞ്ഞ് എൻ്റെയാണ്, അവളുടെ അപ്പൻ ഞാനാണ്, കുഞ്ഞിനെ എനിക്ക് വേണമെന്ന്. അവിടെയും നിസി സമർത്ഥമായി അഭിനയിച്ചു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയാൾ കള്ളം പറയുകയാണ്, ഭാര്യയായ എന്നെ വിശ്വസിക്കണമെന്ന്. പോലീസുകാരുടെ കയ്യിൽ നിന്നും മോചിതനായ നോബി എല്ലാ വിവരങ്ങളും ഭർത്താവിൻ്റെ പിതാവിനെയും ഭർത്താവിനെയും വിളിച്ചറിയിച്ചു.
ഇവർ തമ്മിലുള്ള ഇൻറ്റിമേറ്റ് രംഗങ്ങളുടെ തെളിവുകളും സംഭാഷണവുമെല്ലാം അയച്ചു കൊടുത്തു. കുട്ടിയുടെ അപ്പൻ നോബിയാണ് എന്ന് തെളിയിക്കുന്ന സംഭാഷണങ്ങളും തെളിവുകളുമടക്കം നോബി കൈമാറി. ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്യത്തില്ല. അതാണ് നിനക്ക് ആ ബോധം വരണ്ടേ. ഞാനാരാ? അപ്പൊ ഞാനാരാ? ആ ബോധം ഉണ്ടാകണം. എനിക്ക് ആ ഒരൊറ്റ ബോധം മതി, അല്ലാതെ അജണ്ട പറ്റത്തില്ല. ഞാൻ പറയും, എനിക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാം, അത് ആണുങ്ങള്, നീ അങ്ങനെയല്ല. എനിക്ക് ഹോപ്പ് ഉണ്ട്, ഒരു പ്രത്യാശ ഉണ്ട്. നിനക്ക് ആളാണോ? ഒറ്റ കാര്യം ചെയ്താൽ ഞാൻ നിന്നെ സത്യമായിട്ടും ബോധർ ചെയ്യത്തില്ല. ഞാൻ സത്യമായിട്ടും ദൈവത്തെ പറയാം. എനിക്ക് മനസ്സിന്റെ അകത്ത് നമുക്ക് രണ്ടുപേർക്കും, ഞാൻ എന്റെ വീട്ടിലും പോയി പറയാം, നീ നിന്റെ വീട്ടിലും പറയും. നമ്മൾ കഴിഞ്ഞ അതോടെ ക്ലോസ് ചെയ്ത് ചാപ്റ്റർ ക്ലോസ്. നോബി, നീ എന്റെ വീട്ടിൽ വന്ന് പറയാം, ഞങ്ങൾക്ക് ഇങ്ങനൊരു തെറ്റ് വന്നു, എന്താ പറയുക, ഞങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് വീട്ടുകാരെയും ഞങ്ങൾ കളിപ്പിച്ചു, 2 വീട്ടുകാരെയും കളിപ്പിച്ചു, കൊച്ചു നോബിയുടെ. ഞാൻ അന്തസ്സായിട്ട് എനിക്ക് ചെലവിന് തരാനായിട്ടുള്ള ഒരു വകുപ്പ് കിട്ടും അതിൻ്റെ അകത്ത്. എന്റെ മാന്യത അത്, എന്റെ അന്തസ് അത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളുടെ വീടുമായിട്ട് നിങ്ങൾക്ക് സഹകരിച്ച് പോകാനൊക്കത്തില്ല. എനിക്ക് പറ്റത്തില്ല. എങ്ങനെ ഞാൻ ഒരാളുടെ കൂടെ, ഞാനൊരു പുരുഷനാ. അപ്പോ ആദ്യം നിന്റെ വീട്ടിൽ പോ. നിന്റെ അത് മാത്രമല്ല, ഹൂസ്റ്റണിലെ വർഷിപ്പ് ലീഡർ സാംബാത്ത തോമസ് എല്ലാ മാസവും നിസിയെ കാണുവാൻ കാനഡയിൽ എത്താറുണ്ട് എന്ന കാര്യവും അവർ സ്ഥിരമായി തങ്ങുന്ന ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന തെളിവും കുട്ടിയുടെ പിതാവും സാമാണ്. കുട്ടിയുടെ ചെലവിനെന്ന് പറഞ്ഞ് സാമിൻ്റെ കയ്യിൽ നിന്നും രണ്ടാമത്തെ കുട്ടിയുടെ ചെലവിനെന്ന് പറഞ്ഞ് നോബിയുടെ കയ്യിൽ നിന്നും നിസി കൃത്യമായി പണം വാങ്ങാറുണ്ടായിരുന്നു എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഓർക്കുക, അപ്പോഴും വളരെ ഉയർന്ന ശമ്പളമുള്ള നിസിയുടെ ഭർത്താവ് കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും ചെലവിലേക്കായി കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഭൂരിഭാഗവും നൽകുന്നുണ്ടായിരുന്നു. ഒരേ സമയം ഈ 3 പേരെയും നിസി വഞ്ചിക്കുകയാണെന്ന് നോബി വെളിപ്പെടുത്തി. ഇതൊക്കെ കേട്ടിട്ടും എടുത്തു ചാടി ആ യുവാവ് ഒന്നും അന്ന് പ്രതികരിച്ചില്ല. അങ്ങനെ 2023 കാനഡയിലുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ഇവർ കുടുംബസമേതം ട്രിപ്പ് പോയി. മെഡിക്കൽ പ്രൊഫഷണലായ യുവാവിൻ്റെ ലക്ഷ്യം ഈ യാത്രയിൽ കുട്ടികളുടെ DNA ടെസ്റ്റ് നടത്തുക എന്നതായിരുന്നു. യാത്രക്കിടയിൽ DNA ടെസ്റ്റ് സ്വാബ് അദ്ദേഹം കളക്ട് ചെയ്തു ലാബിലേക്ക് അയച്ചു. റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. തൻ്റെ ചോരയിൽ പിറന്ന കുട്ടികൾ എന്ന് കരുതിയ 2 കുട്ടികളുടെയും പിതാവ് താനല്ല എന്ന സത്യം അറിഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തോളം ഹൂസ്റ്റണിൽ നിന്ന് കാനഡയിലേക്ക് എല്ലാ 1.5 മാസം കൂടുമ്പോഴും കൈ നിറയെ സാധനങ്ങളും കളിപ്പാട്ടങ്ങളുമായി പോയി കുഞ്ഞുങ്ങളെ 2നെയും കളിപ്പിച്ച് അവരോടൊപ്പം ചിലവഴിച്ചു പോകുന്ന ആ കുഞ്ഞുങ്ങൾ തൻ്റേതല്ല എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ഇരുട്ട് കയറി. മറ്റേത് യുവാക്കളുമായിരുന്നു എങ്കിൽ ആ സ്ഥാനത്ത് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നമുക്കറിയാം. ഈ അവസ്ഥയിലും ആ യുവാവ് ആത്മസംയമനം പാലിച്ചു. യുവാവ് ഈ റിപ്പോർട്ട് നിസിയെ കാണിച്ചപ്പോൾ യാതൊരു ഭാവവ്യത്യാസവും കൂടാതെ നിസി അത് സമ്മതിച്ചു. ആദ്യ ആൺകുട്ടിയുടെ പിതാവ് സാംബാത്ത തോമസ് ആണെന്നും രണ്ടാമത്തെ പെൺകുട്ടിയുടെ പിതാവ് നോബിയാണെന്നും സമ്മതിച്ചു. ടൊറൻഡോയിലുള്ള ഒരു അറ്റോർണിയെ ഹയർ ചെയ്ത് യുവാവ് നിയമപരമായി ഡൈവേഴ്സിന് മൂവ് ചെയ്തു. നിസി യാതൊരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല. എങ്ങനെ എതിർക്കും? അങ്ങനെ 2024 ജനുവരിയിൽ ഡിവോഴ്സ് അനുവദിച്ച് കിട്ടി. കോടതിയിൽ നിസിയും സാമും ആൺകുട്ടിയുടെ പിതാവ് സാമാണെന്നും ടെക്സസ് അറ്റോർണി ജനറലിന് മുന്നിൽ ഒപ്പിട്ട് നൽകി. അങ്ങനെ ആ ഊരാക്കുടുക്കൽ നിന്നും യുവാവ് രക്ഷപ്പെട്ടു. സിനിമാ കഥയെ വെല്ലുന്ന ഈ കാര്യം ഞങ്ങളിപ്പോൾ പുറത്തുവിടുവാൻ കാരണം യുവതിയെ നാറ്റിക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല. ഈ കുടുംബം വീണ്ടും ഈ ഉടായ്പ് സഭയുമായി വീണ്ടും രംഗപ്രവേശനം നടത്തിയിട്ടുണ്ട് എന്ന വിവരം ഞങ്ങൾക്ക് കിട്ടി. നിസി മുടിഞ്ഞ വർഷിപ്പും മറുഭാഷയുമായി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അപ്പനും അമ്മയും പെൺകുട്ടികളെ ദൈവഭയത്തിൽ എങ്ങനെ വളർത്താം, സ്വർഗരാജ്യത്തിന് പറ്റാവുന്ന രീതിയിൽ പെൺമക്കളെ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന വിഷയത്തിൽ ഇവർ ഓൺലൈൻ ക്ലാസ്സുകളും ആരംഭിച്ചിരിക്കുകയാണ്. സ്വന്തം മകൾ ഉടായ്പുമായി അടുത്ത ഇരയ്ക്കായി വലവിരിച്ച് നടക്കുന്നു. സാധ്യമായ എല്ലാ തെളിവുകളും രേഖകളും പരിശോധിച്ച ശേഷം മാത്രമാണ് ഞങ്ങൾ ഈ വാർത്ത നൽകുന്നത് എന്നറിയിക്കുന്നു. ഇനിയും ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബം ഇവിടെ വലയിൽ വീഴുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത എന്ന് പറയുവാൻ മാത്രമാണ് ഈ വിവരം ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്നത്. ഇനി ഈ കേസിലെ അറ്റോർണിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. Hi, my name is Christopher Meyer. I'm a high conflict family law attorney for the Greater Houston area. In April of 2023, my client came to me with a very delicate and sensitive family law matter.
4 months into his marriage, his wife was not faithful to him and had an affair with which she conceived a child. The child was not of the marriage; it was with with an individual named Sam Mampata Thomas. Sam is a person that my client trusted. They went to the same church. My client showed me a DNA report proving that he was not the father of the child. And later his ex-wife admitted that she did have an affair with Sam. Sam initially denied paternity of his own child. Unfortunately, we had to take him to court. It took about 6 months to get a positive outcome, but we were eventually able to do it. And as a Christian, as an attorney, as a father myself, I had great empathy for what my client went through. I was very sad for him, and I was very happy to be able to represent him in this very delicate matter. I could not imagine the pain that he went through, and also the pain that my client's parents went through. Imagine thinking your grandparents for 7 years, you think you have a grandbaby, only to find out later that grandchild is not yours. It was very sad and very unfortunate, and I hope my client finds healing. I really, truly do. And I hope things like this never happen again. And it's amazing that we have to sue somebody just to get them to acknowledge paternity of their own child. But the good news was Sam eventually did sign an acknowledgement of paternity, which allowed me to close out the case. Again, I hope this never happens again. Thank you for listening. My name is Christopher Meyer. I'm a high conflict family law attorney for the greater Houston area. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.